ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ തനി നാടൻ സദ്യ സ്പെഷ്യൽ സാമ്പാർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പച്ചക്കറികൾ ഓരോ ചെറിയ ബൗൾ അളവിനാണ് ഓരോന്നും അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെള്ളരിക്ക, ബീൻസ്, ക്യാരറ്റ്, പടവലങ്ങ, മുരിങ്ങയ്ക്കയും പിന്നെ 10-12 ചെറിയ ഉള്ളിയും, ഒരു ചെറിയ ബൗൾ അളവിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കോവയ്ക്കയും, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെണ്ടയ്ക്കയും 3 പച്ചമുളകും, ഇനി ഒരു ചെറിയ ബൗൾ അളവിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും ഉരുളക്കിഴങ്ങും, 2 മീഡിയം സൈസിലുള്ള തക്കാളിയും, 1/2 കപ്പ് തുവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി സാമ്പാർ തയ്യാറാക്കാം. ആദ്യമായിട്ട് പരിപ്പ് വേവിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി 1/2 കപ്പ് തുവരപ്പരിപ്പ് നമുക്ക് കുക്കറിൽ ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ഈ പരിപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഓൾമോസ്റ്റ് 1 വിസിൽ മതി. അപ്പോഴേക്കും പരിപ്പ് വെന്ത് കിട്ടും. ഫ്ലെയിം ഓൺ ചെയ്യാം. കുക്കർ അടുപ്പത്ത് വെക്കാം. ഒരു വിസിലായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുക്കാനായിട്ട് വെക്കാം. സ്റ്റീം പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഓരോ പച്ചക്കറികളായിട്ട് നമുക്കിടാം. എടുത്തു വെച്ചിരിക്കുന്ന ചേന, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പടവലങ്ങ, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, കോവയ്ക്ക കൂടി ചേർക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ കഷ്ണത്തിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇനി വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതുപോലെ പച്ചക്കറിയുടെ മുകളിൽ നിൽക്കുന്ന പാകത്തിന് വേണം വെള്ളം ചേർക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വെണ്ടയ്ക്ക ചേർക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടി. ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് സാമ്പാറിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. അതിനോടൊപ്പം തന്നെ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം കൂടെ തിളയ്ക്കാൻ വെക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവെന്ന് തോന്നിയാൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സ്റ്റീം പോയതിനു ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇനി വെണ്ടയ്ക്ക തക്കാളി വഴറ്റിയതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനു വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിയതിനു ശേഷം 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ കളർ മാറി വരുമ്പോഴത്തേക്ക് 3 വറ്റൽ മുളക് കൂടെ ഇതിലേക്ക് ചേർക്കാം. 5-6 ചെറിയുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ കടുക് താളിച്ചത് നമുക്ക് ഈ കുക്കറിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി സാമ്പാറിന് നല്ല ഫ്ലേവർ കിട്ടാൻ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്കിനി സാമ്പാർ കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റി വയ്ക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ തനി നാടൻ സദ്യ സ്റ്റൈൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.